പ്രിയ വിശിഷ്ടാതിഥി, എഴുത്തുകാരി, മറ്റ് സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തികൾ, നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ സംസാരിച്ചപ്പോൾ തന്നെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒട്ടും ചെറുതല്ലാത്ത രീതിയിൽ തന്നെ പറഞ്ഞു വെച്ചു. വായിച്ച് വളരുക എന്നുള്ള വലിയ തത്വം മാഡം ഇവിടെ പറഞ്ഞു. എന്ത് വായിക്കണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതുപോലെ തന്നെ എന്തെഴുതണം എന്നുള്ളത് ഒരു എഴുത്തുകാരിയുടെ വലിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ വളരെ വിവേകപൂർവം വിനിയോഗിച്ച ഒരു എഴുത്തുകാരിയോടൊപ്പമാണ് ഈ ചടങ്ങിലിരിക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഞാനിവിടെ വന്ന് ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. ഒരു പൂവിൻ്റെ ചിത്രമാണ് ആ കവർ പേജിനുള്ളത്. ഒരു ബ്രോക്കൺ ചൈൽഡ്ഹുഡ്, ഉടഞ്ഞുപോയ ബാല്യകാലങ്ങൾ. ഉടഞ്ഞുപോയ ബാല്യങ്ങൾ ശരിക്കും ഒരു ഇതളർന്ന പൂ പോലെയാണ്. ഒരു പൂ അതിൻ്റെ മുഴുവൻ ഭംഗിയോടെയും ശോഭയോടെയും പരിലസിക്കെങ്കിൽ മാത്രമേ ഏത് വസന്തത്തിൽ വിരിഞ്ഞു നിന്നാലും അതിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വസന്തത്തെ കണ്ടുപോകും, നമ്മൾ പൂക്കാലങ്ങളെ കണ്ടുപോകും. പക്ഷേ അതിനുള്ളിലെ വികലമായ ഒരു പൂവിനെ ആരും പ്രത്യേകിച്ച് നോക്കണമെന്നില്ല. അതുതന്നെയാണ് ശരിക്കും ഉടഞ്ഞുപോയ ബാല്യങ്ങളിൽ സംഭവിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാമൂഹ്യമായ വശങ്ങളെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ടും ആഴത്തിലും പഠിക്കാൻ ഒരു ശ്രമം എഴുത്തുകാരി നടത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പല പല സംഭവങ്ങളിലൂടെ, പല കഥാപാത്രങ്ങളിലൂടെ വലിയ ചിന്തകളാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതുപോലെയുള്ള ഒരു വലിയ പരിശ്രമങ്ങൾ നടത്താൻ കഴിഞ്ഞതിൽ, ഇതുപോലെ ഒരു വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അത് എഴുത്തുകാരിയോടുള്ള വലിയ അഭിനന്ദനം കൂടി ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. കാരണം ഈ ബാല്യകാലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ശൈശവദശയുടെ പ്രാധാന്യം എന്തെന്നതിനെ കുറിച്ച് നമ്മുടെ തലമുറകളെ നമ്മൾ ഇനിയും ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഏത് സാമൂഹ്യ സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും, അത് കുറ്റകൃത്യങ്ങളായാലും കോടതിയിൽ വരുന്ന കേസുകളായാലും എന്തെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പല കാരണങ്ങളും പോകുന്നത് ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വ വികാസത്തിൻ്റെ തുടക്കകാലങ്ങളിലേക്കാണ്. എങ്ങനെ ഓരോ കാര്യങ്ങളെ നോക്കിക്കാണുന്നു, എങ്ങനെ ഒരു സമൂഹത്തെ നോക്കിക്കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഓരോ മനുഷ്യൻ്റെയും വികാസം. ജീവിതത്തിൽ ഔന്നത്യങ്ങളിലെത്തിയ മനുഷ്യരെ നമ്മൾ പരിശോധിച്ചാലും അറിയാം, അവരാരും തന്നെ ജീവിതത്തിൽ അത്ര വലിയ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരൊന്നുമല്ല. പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളെ എങ്ങനെ നേരിടുന്നു, ഓരോ കാര്യങ്ങളെയും എങ്ങനെ സമീപിക്കുന്നു എന്നനുസരിച്ചാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത വിജയവും മാറിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ പരാജയപ്പെടണോ വിജയിക്കണോ എന്നുള്ളത് പോലും ഓരോ മനുഷ്യൻ്റെയും ചോയ്സായിരിക്കുന്ന കാലമാണ്. അവിടെയാണ് നമ്മൾ എന്ത് വായിക്കണം, എന്ത് കേൾക്കണം എന്നുള്ളത് പ്രസക്തമാവുന്നത്. എങ്ങനെ അവരെ വായിപ്പിക്കണം, എന്തവരെ കേൾപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അത് രക്ഷകർത്താക്കൾക്ക് മാത്രമല്ല, അവരുടെ അധ്യാപകർക്ക് മാത്രമല്ല, സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ ചുറ്റും വരുന്ന ഒരാളോട് ചോദ്യങ്ങൾ കൊണ്ട് അവരെ തളർത്താനും നമുക്ക് കഴിയും, നമ്മുടെ സാന്ത്വനം കൊണ്ട് നമുക്ക് അവരെ വളർത്താനും നമുക്ക് കഴിയും. സമൂഹത്തിന് മുന്നിൽ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഒരു ചെറിയ പുസ്തകത്തിലൂടെ എഴുത്തുകാരി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രശംസനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരു 3 മിനിറ്റ് സമയമേ സംസാരിക്കാവൂ എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. എങ്കിലും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഈ പുസ്തകം എല്ലാവരിലേക്കും എത്തട്ടെ. ഇതിൻ്റെ സന്ദേശം, ഇതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തർക്കും കഴിയട്ടെ. ഇതുപോലെയുള്ള ജോലികൾ വീണ്ടും ചെയ്യുവാനും വീണ്ടും പുസ്തകങ്ങൾ നടത്തുവാനും കൂടുതൽ പഠിക്കുവാനുമുള്ള കരുത്ത് ഈ ഒരു അവസരത്തിലൂടെ പ്രിയപ്പെട്ട എഴുത്തുകാരിക്ക് ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.